ഹായ് ഡിയേഴ്സ്, അമീൻ സാറാണ്. ജെസി സാറാണ്. മകളെ, ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ അടുത്തേക്ക് വന്നത് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. എക്സാം ഒക്കെ കഴിഞ്ഞു, ക്രിസ്മസ് വരെ കഴിഞ്ഞിരിക്കുകയാണ്. സോ എൻ്റെ മക്കളെ, ഇനി നിങ്ങൾ ക്രിസ്മസിന്റെ സമയത്ത് അല്ലെങ്കിൽ ഈ വെക്കേഷനിൽ എന്ത് ചെയ്യണം ഒരുപാട് മക്കൾക്ക് അറിയാത്തതുണ്ട്. അത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ വന്നത്. ഒരു 3 കാര്യം എൻ്റെ മക്കൾ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാവും. എന്താ സാറേ? നിർബന്ധമായിട്ട്. കാരണം എന്താ അറിയോ, ഇപ്പൊ എക്സാം കഴിഞ്ഞപ്പോൾ പല ആൾക്കാരും ഇതുപോലെ തന്നെ സാറേ ടഫായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. സത്യം നമുക്കറിയാം, ടഫായിരുന്നു. വിചാരിച്ചതുപോലെ ഒന്നല്ല. കുട്ടികൾക്ക് പല ആൾക്കാർക്കും എന്ത് ചെയ്യുന്നില്ല, സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല മാർക്ക്. തീർച്ചയായിട്ടും മക്കളെ, നിങ്ങളെ നോക്കുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ബയോളജിയിലൊക്കെ കണ്ടു നമ്മൾ മക്കളെ അവസ്ഥ. സ്വാഭാവിക ടീച്ചേഴ്സിന് തന്നെ ചില ക്വസ്റ്റ്യൻസ് കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. ചില ആൻസേഴ്സ് ഒക്കെ പറഞ്ഞ സമയത്ത് ഓപ്ഷൻ എ ആവാം, അല്ലെങ്കിൽ ബി ആവാം, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അതെ, ഞാൻ ശരിക്കും ആലോചിച്ചെന്താ അറിയോ, ഈ ചോദ്യട്ട ആൾക്കാരുണ്ടല്ലോ, അവർ ശരിക്കും ഞങ്ങൾ ഭയങ്കര സംഭവമാണെന്ന് തെളിയിക്കാനുള്ള ഒരു ചോദ്യമായിട്ടൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ക്വസ്റ്റ്യൻസ് ഇതേപോലെ അത് പ്രതീക്ഷിച്ചാൽ മതി. അതൊക്കെ എന്താവട്ടെ, അതിന് നമ്മൾ മറികടക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനാണ് 3 കാര്യം എന്റെ മക്കളോട് ആദ്യമേ പറയാൻ വേണ്ടി പോവാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 3 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യമാണ് എന്റെ മക്കള് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ജനുവരി ഫെബ്രുവരി 2 മാസം എന്ന് പറഞ്ഞെങ്കിൽ ഇതുവരെയുള്ള 10 മാസം നിങ്ങൾ പഠിച്ചത് എന്താണോ അത് മൊത്തം ഷോർട്ടാക്കി പഠിക്കാൻ പോകുന്ന കാലഘട്ടമാണ് അടുത്ത 2 മാസം. 1.5 അത് ഫുൾ ഹെക്ടിക്കിലേക്ക് മാറാൻ വേണ്ടി പോവാണ്. ഫുൾ ക്ലാസ്സുകളും റിവിഷൻ ക്ലാസ്സുകളും നൈറ്റ് ക്ലാസ്സുകളും സൈലത്തിന്റെ ക്ലാസ്സുകളും എല്ലാം കൂടി എന്റെ മക്കൾ ഹെക്ടിക് ആവാൻ വേണ്ടി പോകുന്ന സമയമാണ്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഒരു 2 ദിവസമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റെസ്റ്റ് എടുക്കുക. ഒന്ന് ഇനി ആരെങ്കിലും വിരുന്നിറക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ, കൂടാൻ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് വേഗം എന്ത് ചെയ്യുക, നിങ്ങൾ ഒരിക്കലും മാറ്റരുത്, ഫ്രീ ആക്കുക. ട്രിപ്പ് പോകാൻ പറ്റുകയാണെങ്കിൽ ട്രിപ്പ് ഒക്കെ പോയിട്ട് എന്ത് ചെയ്യുക, സെറ്റപ്പ് ആക്കുക. അതിനുവേണ്ടി ഇനി വലിയ ട്രിപ്പ് ഒന്നും അല്ല കേട്ടോ, ചെറിയ ഒരു ഔട്ടിങ് മാത്രമല്ല. കഴിഞ്ഞ ദിവസം ഒരു മോള് പറഞ്ഞത് എന്താ പറയുക സാറേ, അവർക്ക് ഏറ്റവും എന്താ പറയാ, മൈൻഡ് ഫ്രഷ് ആണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് അവള് നിൽക്കാൻ. അതായത് ഒരു ദിവസം ആരോട് അങ്ങനെ അധികം സംസാരിക്കാതെ ഒറ്റയ്ക്ക് നിന്നാണ് പോലെ അവള് മൈൻഡ് ഫ്രീ ആണത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അതെന്ത് ചെയ്യാൻ മക്കള് കൃത്യമായിട്ട് മാറ്റുക. അത് വിചാരിച്ച് എല്ലാ സമയം അതിന് വേണ്ടിയിട്ട് മാറ്റാന്നല്ല കേട്ടോ. ഒരു ചെറിയൊരു ഔട്ടിംഗ് ഒക്കെ മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് അഥവാ ഒരു 27-28 തീയതി ആകുമ്പോഴത്തേന് എന്റെ മക്കള് പഠനത്തിലേക്ക് ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുക. ആദ്യം തന്നെ ഉള്ളത് മൊത്തമായിട്ട് പഠിക്കണം എന്നുള്ളതല്ല, ഉള്ളത് എന്ത് ചെയ്യുക, ഓരോന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു കൊടുക്കുക. രണ്ടാമത്തെ കാര്യം എന്താണ് ചേച്ചി സാറേ, ഇനി ഇവർക്ക് ആദ്യത്തെ മോഡൽ എക്സാം എന്ന് പറഞ്ഞത് IT ആണ്. IT കുറെ ഇവർക്ക് പ്രാക്ടിക്കൽ ചെയ്യേണ്ടി വരും, ഐടിയിലെ തിയറി കുറെ എഴുതേണ്ടി വരും. അതൊക്കെ ഈ വെക്കേഷൻ സമയത്ത് തന്നെ മക്കൾ എഴുതി തീർക്കുക. അത് നിങ്ങൾ ജനുവരിയിലേക്ക് മാറ്റി വെച്ചാലുള്ള പ്രശ്നം ഒറ്റൊന്നേ ഉള്ളൂ. ആ സമയത്തേക്ക് നിങ്ങൾ സ്കൂളിൽ നൈറ്റ് റിവിഷൻ ക്ലാസ്സുകളും അതേപോലെ പല ക്ലാസ്സുകളും നടക്കുന്ന സമയം. അപ്പം അതൊക്കെ എന്റെ മക്കൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യൂല, ആ സമയം കൊളാപ്സ് വരാൻ ചാൻസ് ഉണ്ട്. സോ എൻ്റെ മക്കളെ അതെന്ത് ചെയ്യുക, വേഗത്തിൽ ഇപ്പം നിങ്ങൾ പറ്റുവാണെങ്കിൽ IT കാര്യങ്ങളൊക്കെ ഒന്ന് തീർത്തിട്ട് എന്ത് ചെയ്യുക, വെക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, മക്കളെ ഇപ്പൊ എക്സാം കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കൾക്ക് ഒരു കാര്യം മനസ്സിലാണ്ടാവും, എത്ര ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, എത്ര ചാപ്റ്റർ പഠിച്ചിട്ടില്ല എന്ന് എൻ്റെ മക്കൾക്ക് അറിയാൻ മതി. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെ ഇനി പഠിക്കണം, ഏതൊക്കെ ഇനി കൃത്യമായിട്ട് മാറ്റാനുണ്ട്. അതിൽ തന്നെ അമീൻ സാർ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ടഫ് ഉള്ള ഭാഗങ്ങൾ ഉണ്ടാകുമല്ലോ, അത് പ്രത്യേക ഒരു പരിഗണന കൊടുക്കണം. തീർച്ചയായിട്ടും. കാരണം അതിൽ ആദ്യം തീർക്കാനുള്ള ടൈമാണിത്. കാരണം നമുക്ക് റിവിഷനിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അന്നേരം എന്ത് ചെയ്യും, കുടുങ്ങുന്നതാണ്. മനസ്സിലായി. സോ മക്കൾ ഈ 3 കാര്യങ്ങൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക. അപ്പം ക്രിസ്മസ് എക്സാമിന്റെ പേപ്പറൊക്കെ ഇനി കിട്ടാൻ വേണ്ടി പോവാണ്. മക്കളെ മാർക്ക് എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾ വിടി കഴിഞ്ഞതാണ്. ഇനി അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, ഉഷാറാവാം. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇതൊക്കെ നിങ്ങൾ സെറ്റ് ആക്കണം. പക്ഷെ ഒറ്റയ്ക്ക് കയ്യിൽ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുന്നു, നമ്മൾ ഇപ്പൊ ഒരു ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് സൈലത്തിന്റെ എൻഡ് ഗെയിം ബാച്ച് ആയിട്ടുള്ള അസ്ത്രയിൽ തുടങ്ങിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് അറിയുന്നതാണ്, അസ്ത്രയിലൊക്കെ ജോയിൻ ചെയ്ത ഒരുപാട് ആൾക്കാരില്ലേ, എക്സാം ഒക്കെ അത്യാവശ്യം അവർക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം അവർ പഠിച്ചതുകൊണ്ടാണ്. സോ മക്കളെ പറയുന്നു, ഇതുവരെ ഇതുപോലെ തന്നെ കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത മക്കളാണെങ്കിൽ അവർക്കുള്ളൊരു ബെറ്റർ ഓപ്ഷൻ ആണ് സൈലത്തിന്റെ എൻഡ് ഗെയിം ബാച്ച്. കാരണം അവര് ചേരുകയാണെങ്കിൽ ആക്ച്വലി ഇപ്പൊ ചേരണം എന്നുള്ളത് മക്കളെ. അപ്പൊ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 3rd ടേമിന്റെ ക്ലാസ്സുകൾ നിങ്ങൾ മുഴുവനായിട്ട് കിട്ടും ചെയ്യും, റിവിഷൻ ക്ലാസ്സുകളും കിട്ടും, നിങ്ങൾക്ക് അടിപൊളിയാക്കാൻ പറ്റും. സോ 10ാം ക്ലാസ് റിസൾട്ട് എല്ലാവരും കാത്തിരിക്കുന്ന റിസൾട്ടാണ്, എല്ലാവരും ഉറ്റു നോക്കുന്ന റിസൾട്ടാണ്, കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും. സോ എന്റെ മക്കളെ നിങ്ങൾ അടിപൊളിയാക്കി മാറ്റുക. വെൽക്കം ടു അസ്ത്ര ഫാമിലി. നമുക്ക് ഒരുമിച്ച് അടിപൊളിയായിട്ട് പഠിക്കാം. സോ ലവ് യു ഓൾ. നമുക്ക് ഉഷാറാക്കാം.